വെൽക്കം ടു ട്രൈഡോ. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഒരു ഏരിയയെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു. ആ സെല്ലിംഗ് ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. ആ ഒരു സെല്ലിംഗ് ക്യാൻഡലിനെ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് വീണ്ടും മാർക്കറ്റ് ഒന്ന് കുറച്ച് റിയാക്ഷൻ കഴിഞ്ഞ ദിവസം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്, സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു FEG ആണ്. ആ ഒരു FEGനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ആ FEG ശ്രദ്ധിച്ചാൽ കാണാം, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്, ഒരു സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി മറ്റൊരു കാര്യം, മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്നുള്ളത് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ആണ്. അപ്പോൾ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി എന്തെങ്കിലും ന്യൂസുകളോ മറ്റോ ഉണ്ടോ എന്നുള്ളത് നോക്കിയതിനു ശേഷം നമുക്ക് വരാം. ഇന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട രണ്ടുണ്ട്. ഇന്ത്യ സമയം 7:15 ഉള്ളത്. രണ്ട് ന്യൂസുകളും ഇങ്ങനെയെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ന്യൂസ് ഫ്ലാഷ് മാനുഫാക്ചറിംഗ് PMI, രണ്ടാമത്തെ ന്യൂസ് ഫ്ലാഷ് സർവീസ് PMI ആണ്. അതിന്റെ രണ്ടിന്റെയും യൂഷ്വൽ ഇഫക്റ്റ് എങ്ങനെയാന്നുള്ളത് നോക്കാം. ഫ്ലാഷ് മാനുഫാക്ചറിംഗ് PMIയുടെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അത് നോക്കിയാൽ കാണാം, പ്രീവിയസ് 52.7 അതുപോലെ തന്നെ ഫോർകാസ്റ്റ് 51.9 ആണ്. അതായത് പ്രീവിയസിനേക്കാളും താഴ്ന്നൊരു ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51.9 മാത്രം പോരാ, 52.7ന്റെ മുകളിലുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള മൂവ്മെന്റ് തരുള്ളൂ. ഇനി അടുത്ത ന്യൂസ് നോക്കാം. അടുത്ത ന്യൂസിൽ നോക്കിയാൽ കാണാം, പ്രീവിയസ് 51.0 ഇത്തവണ വന്നിരിക്കുന്നത് 51.2 ആണ്. പ്രീവിയസിനേക്കാളും മുകളിലുള്ള ഫിഗർ ആണ് തന്നിരിക്കുന്നത്. അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി സ്ട്രോങ് ആവുകയും ഗോൾഡ് വീക്ക് ആവുകയുമാണ് പറയുന്നത്. പക്ഷെ എപ്പോഴും ട്രേഡ് എടുക്കുന്ന സമയത്ത് മാർക്കറ്റിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കി മാത്രം ട്രേഡ് എടുക്കുക. ചിലപ്പോൾ ചില സമയത്ത് ന്യൂസ് ജസ്റ്റ് ഒരു മൂവ്മെന്റ് തന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതുവരെ ഉണ്ടായ ഡയറക്ഷൻ ഫോളോ ചെയ്യാനാണ് സാധ്യത. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് ആണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് പക്ഷേ മുകളിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു FEG ഉണ്ട്. ആ ഒരു FEGയിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ ചെറിയൊരു റിയാക്ഷൻ കാണിക്കുന്നത്. ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്, FEGനെ. അതുപോലെ തന്നെ അതിന്റെ മുകളിൽ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയയാണ്. നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടാണ്. ഇവിടെ നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തൊരു ഏരിയ ആണ്. ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ FEG മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നല്ലൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വളരെ നല്ലൊരു ഏരിയ ആണ്. നോക്കിയാൽ കാണാം, ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏരിയനെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് ഒരു ബ്രേക്ക് തന്ന ഏരിയ ആയിരുന്നു. അവിടേക്ക് റീടെസ്റ്റ് വന്നു. റീടെസ്റ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് ചെറുതായിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഷിഫ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു FEGയിലേക്ക് മാർക്കറ്റ് റീടെസ്റ്റ് നടന്നിട്ടുണ്ട്. അതായത് കറന്റ് ഇപ്പൊ നമുക്കൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ ഇവിടെ ഏറെക്കുറെ നമുക്ക് ഈ ഒരു ലെവൽ വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം മോശമില്ലാത്തൊരു ട്രേഡ് നമുക്ക് അവിടുന്ന് കിട്ടാവുന്നതാണ്. അതൊന്നാമത്തെ ഒരു സാധ്യതയാണ്. വീണ്ടും അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, താഴോട്ടേക്ക് ഇറങ്ങി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. സപ്പോർട്ട് ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് വീണ്ടും കുറച്ചും കൂടി എത്തുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മുൻപ് മാർക്ക് ചെയ്ത ഒരു ബ്രേക്ക് ഔട്ട് തന്ന ഒരു ഏരിയ പ്ലസ് ഒരു FEG ഉണ്ട്, അവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ
ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു നല്ല രീതിയിൽ കൺഫർമേഷൻ തരികയാണെങ്കിൽ, എക്സ്പെക്ട് ഇതിന്റെ മുകളിലോട്ട് വരികയാണെങ്കിൽ, ഈ കാണുന്ന സപ്പോർട്ട് ഏരിയയുടെ മുകളിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇവിടം വരെയാണ്. അപ്പൊ ഇങ്ങനെ ഇവിടം വരെയാണ്. അല്ലെങ്കിൽ ഈ മാർക്കറ്റ് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടം വരെയാണ് നമുക്ക് ബൈ എൻട്രിയുടെ ടാർഗറ്റ് സാധ്യത എന്ന് പറയുന്നത്. സെൽ എൻട്രിയും പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് നല്ലൊരു വീഴ്ച വരികയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി ഏറെക്കുറെ ഈ പറഞ്ഞ ലെവലിലേക്ക് 1, 2, 3 ലെവലുണ്ട്. ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരുപക്ഷെ ഈ ഒരു ഹൈനെയും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റിന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ ലെവലിലേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു സെൽ എൻട്രി എടുക്കാം. ഒരു സെൽ എൻട്രി എടുത്തതിന് ശേഷം ഈ ഏരിയയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, ഉദാഹരണത്തിന് മുകളിലോട്ട് പോകുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും പാറ്റേൺ ബേസ് ചെയ്തിട്ട് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ബൈ എൻട്രി നോക്കാം. ആ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ ലെവൽ വരെയാണ്, റെസിസ്റ്റൻസ് ലെവൽ വരെയാണ്. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഈ റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു എൻട്രിയുടെ ഒരു സാധ്യത ഇത്തിരി കുറവായിരിക്കും. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇവിടെ നിന്ന് നല്ല രീതിയിലൊന്ന് താഴോട്ടേക്ക് ചിലപ്പോൾ വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് റെസിസ്റ്റൻസിൽ എത്താതെ ജസ്റ്റ് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് വരുന്നതെങ്കിലാണ് ഈ പറഞ്ഞ എൻട്രി ഉണ്ടാവുള്ളൂ. ഈ എൻട്രി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഏരിയയിലും നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് 3080 വരെയൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട്. ഇന്ന് അത് എത്തുമെന്ന് പറയാൻ കഴിയില്ല, എന്നിരുന്നാലും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ പറയുന്ന ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ എത്തുന്ന സമയത്ത് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ബേസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.